135 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. 2018-19 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ പേരിലാണ് കോൺഗ്രസിന്റെ 135 കോടി പിടിച്ചെടുത്തത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് കോൺഗ്രസ് നൽകിയ ഹർജി നാളെ പരിഗണിക്കും. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ബാലു, തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ആദായ നികുതി വകുപ്പിന്റെ ഈ ഒരു നടപടി കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്തൊക്കെയാണ്? സന്ധ്യ, ഈ ആദായ വകുപ്പ് നടപടി, സമീപകാല ആദായ വകുപ്പ് നടപടിക്കെതിരെ കോൺഗ്രസ് നൽകുന്ന ആദ്യ ഹർജിയാണ് നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഈ പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് 135 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിനെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ അടക്കം പേരിലാണ് 103 കോടി രൂപ പിഴയും പലിശയും അടക്കം 135 കോടി രൂപ ഈ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ നിന്ന്, വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ ഹർജിയാണ് നാളെ ജസ്റ്റിസുമാരായ BV നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. സീതാറാം കേസരി ഈ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന കോൺഗ്രസിന്റെ ട്രഷററായിരുന്ന 1994-95 കാലഘട്ടത്തിലെ ഈ ആദായ നികുതി തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. 2016 കോൺഗ്രസ് നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നത്. ഈ ഹർജിക്കൊപ്പം തങ്ങളുടെ ഈ പുതിയ ആവശ്യവും പരിഗണിക്കണമെന്നാണ് കോൺഗ്രസ് നാളെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഇതിനെ ആദായ നികുതി വകുപ്പ് ശക്തമായി എതിർക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കാരണം നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ കോൺഗ്രസിന് നിയമപരമായ അവകാശമില്ല. അപ്പീൽ ആദ്യം നൽകേണ്ടത് ആദായ നികുതി വകുപ്പ് കമ്മീഷണർക്കാണ്. അതിനുശേഷമാണ് മറ്റു നടപടികൾ, അതായത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ സമീപിക്കാൻ വേണ്ടി കഴിയുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്ത് കോൺഗ്രസിന് ലഭിച്ച ആദായ നികുതി വകുപ്പ് നോട്ടീസുകളും നടപടികളും സംബന്ധിച്ചുള്ള ഹർജികൾ നേരിട്ട് കോടതി പരിഗണിക്കരുതെന്നും ഈ ആദായ നികുതി വകുപ്പ് നാളെ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടയിൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് 3567 കോടി രൂപയുടെ നോട്ടീസാണ്. ഈ നോട്ടീസുകൾ എല്ലാം നേരിട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിക്കുവാനാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ശരി ബാലു, ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.